ജസ്വേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടയ്ക്ക് കുറേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ബൊഗെയിൻവില്ലകളിലെ പൂക്കളൊക്കെ കുറഞ്ഞിരുന്നു. എന്നാൽ മഴയൊക്കെ നിന്ന് പിന്നെയും വെയിലിന് ശക്തി പ്രാപിച്ചപ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടായി തുടങ്ങി. ബൊഗെയിൻവില്ല ചെടികളെ നമുക്ക് പലതരത്തിൽ നട്ടു വളർത്താവുന്നതാണ്. നല്ല കട്ടിയുള്ള തണ്ടുകളുള്ള വെറൈറ്റി ബൊഗെയിൻവില്ലകളെ നമുക്ക് മരം പോലെ വളർത്താം. അല്ലെങ്കിൽ നല്ലതുപോലെ പടർത്തി വലുതായി വളർത്താം. കമ്പിയൊക്കെ കെട്ടിക്കൊടുത്ത് പല ഷേപ്പുകളിൽ വളർത്താവുന്നതാണ്. ബോൺസായി ആയി വളർത്താം, കുറ്റിച്ചെടികളായിട്ടും വളർത്താം, ഹാങ്ങിങ് ആയിട്ടും വളർത്താവുന്നതാണ്. ഏതു തരത്തിൽ വളർത്തിയാലും ബൊഗെയിൻവില്ലകളിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ വളരെ മനോഹരമാണ്. ബൊഗെയിൻവില്ലകളിൽ എപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കുവാനായി 2 ആഴ്ച കൂടുമ്പോൾ ബൊഗെയിൻവില്ലകൾക്ക് വളം ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ജൈവവളങ്ങളും രാസവളങ്ങളും മാറി മാറി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്രാവശ്യം ഞാൻ രാസവളങ്ങളുടെ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫാക്ടം, പൊട്ടാഷ്, യൂറിയ ഇവ 3 അടങ്ങിയതാണ് ഈ വളം. ഇത് കടയിൽ നിന്ന് തന്നെ മിക്സ് ചെയ്ത് കിട്ടിയതാണ്. 1-1.5 സ്പൂൺ വീതം ഇത് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. വലിയ ചട്ടികളിലാണെങ്കിൽ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ചട്ടികളാണെങ്കിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ചുവട്ടിൽ ചട്ടിയുടെ സൈഡ് ചേർത്ത് ചുറ്റിലും ഇട്ട് കൊടുക്കുക. ആദ്യം മണ്ണ് ഇളക്കി ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിട്ട ശേഷം പിന്നീട് ഒന്നും കൂടെ മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചെടിയുടെ ചുവട് ചേർത്ത് ഇട്ട് കൊടുക്കരുത്, ചട്ടിയോട് ചേർത്ത് മാത്രം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നീട് നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2-3 ദിവസം എന്നും നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം. രാസവളങ്ങൾ പെട്ടെന്ന് മണ്ണിലലിയുകയും അത് ചെടികൾ വലിച്ചെടുക്കുകയും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.